ഇവിടുന്ന് സൈഡിൽ കണ്ട കിട്ടണവര് അല്ല നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് തന്നായിരിക്കില്ല ഇല്ല അല്ലേ ഞാൻ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ നോക്കാം. അല്ല ഇടയിൽ ഞാനിങ്ങനെ ഇടയിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞ പോഡിയത്തിൻ്റെ അവിടെ നിങ്ങൾക്ക് കൈ കുത്തി നിൽക്കാം. ആ പോഡിയല്ലേ അതിൻ്റെ അവിടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് കൈ കുത്തി നിൽക്കാം. ഉദാഹരണത്തിന് സൂറത്തുൽ ഇഖ്ലാസ് സൂറയുടെ ആശയമാണ് നിഷ്കളങ്കമായ വിശ്വാസം. ചിലത് അതിന് ചില സാങ്കേതിക കാര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും. ഉദാഹരണത്തിന് അൽ ഫാത്തിഹ, ഖുർആനിലെ ആമുഖം എന്നാണ് ഫാത്തിഹ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. ആ വാക്ക് ആ സൂറയിൽ ഇല്ല. എന്നാൽ ചിലത് സൂറയിൽ പരാമർശിച്ചിട്ടുള്ള വാക്ക് തന്നെ അടയാളമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ ബഖറ. പശു എന്ന വാക്ക് ഈ സൂറയിലെ 67ാമത്തെ സൂക്തം മുതൽ പരാമർശിക്കുന്നുണ്ട്. ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മൂസ അലൈഹിസ്സലാം തൻ്റെ സമൂഹമായ ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെടുകയാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിശ്ചയം അല്ലാഹു തആല നിങ്ങളോട് ഒരു പശുവിനെ അറുക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. 67 മുതലാണ് സംഭവം ആരംഭിക്കുന്നത്. അപ്പോൾ അവര് പശുക്കുട്ടി ആരാധിച്ചിരുന്നു. അപ്പോൾ അത് അവരുടെ മനസ്സിൽ നിന്ന് കളയുക എന്ന ഉദ്ദേശത്തിൽ നല്ല പശുവിനെ അറുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനോടുള്ള അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നൊക്കെയുള്ള വിഷയമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ വാക്കാണ് അൽ ബഖറ എന്ന ആ ഒരു പേരാണ് ഈ സൂറയുടെ നാമമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സൂറയിൽ പശുവിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയുന്നില്ല. പശു ഒരു വളർത്തുമൃഗമാകുന്നു, പശു പാല് തരും, അങ്ങനെ പണ്ടോട് പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഈ സൂറയിൽ പറയുന്നില്ല. മറിച്ച് ഇതൊരു അടയാളം മാത്രമാണ്. പല ശൈലിയിൽ പേരുകളുണ്ട്. പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആനിലെ അധ്യായങ്ങളുടെ പേരായിട്ട് വന്നിട്ടുണ്ട്. അല്ലേ? സൂറത്ത് ഇബ്രാഹിം, യൂനുസ്, യൂസുഫ്, നൂഹ്, മുഹമ്മദ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകൾ നമുക്ക് കാണാം. അതുപോലെ ജീവജാലങ്ങളുടെ പേരുകൾ അതിലൊന്നാണ് അൽ ബഖറ, പശു. പിന്നെ അൽ ഫീൽ, ആന, ഒരു പേരാണ്. പിന്നെ പല പ്രാണികളെ കുറിച്ച് നഹ്ല്, ഉറുമ്പ്, നഹ്ൽ, തേനീച്ച, അൽ അൻകബൂർ, എട്ടുകാലി, ഇങ്ങനെ പല ശൈലിയിലും പേരുകളുണ്ട്. അത് പിന്നെ സൂറയുടെ മൊത്തത്തിലുള്ള ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ടതാവണമെന്നില്ല. ആധുനിക ശൈലിയും അങ്ങനെയൊക്കെയാണ്. പകഴിയുടെ കയർ, അല്ലേ, ചെമ്മീൻ, അത് പിന്നെ ഒരു സൂചനയാണല്ലോ. അല്ലാതെ എന്തല്ല ഇതിൽ കയർ എങ്ങനെ പിരിച്ചുണ്ടാക്കാമെന്നതിനെ കുറിച്ചല്ല പറയുന്നത് എന്ന പോലെ ആധുനിക ശൈലിയിൽ പിന്നെ പല കൃതികൾക്കും പേര് സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ കാണാം. എന്തായാലും ഖുർആനിന്റെ മുഴുവൻ ഉള്ളടക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. അതിൽ മറ്റാരും ഒരു വിധത്തിലും ഇടപെട്ടിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك
الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة നമ്മൾ മൂന്നാമത്തെ ആയത്തിലാണ് 1-2 ആയത്ത് പഠിച്ചു. മൂന്നാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം പഠിച്ചു. الذين يؤمنون بالغيب. ആരാണ് മുത്തഖി? മുത്തഖികൾക്കാണ് ഖുർആൻ പ്രയോജനപ്പെടാം. അപ്പോൾ മുത്തഖി ആരാണ് എന്ന് വിശദീകരിച്ച് ചോദിക്കാം. അല്ലദീന അവർ യുഅ്മിനൂന വിശ്വസിക്കുന്നു. അല്ലദീന യുഅ്മിനൂന വിശ്വസിക്കുന്നവരായ ആളുകളാണ് മുത്തഖികൾ. എന്തിന്? ബിൽ ഗൈബ് അദൃശ്യം കൊണ്ട്, അദൃശ്യ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഗൈബിനെ കുറിച്ച് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിക്കുകയുണ്ടായി. ഗൈബാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മുഹമ്മദ് ഹമീദും. മുഹമ്മദും ഹമീദും. അപ്പോൾ അങ്ങനെ ആൻഡ് എന്ന ശൈലിയാണ് വാഹം ഉദ്ദേശിച്ചത്. ഇതാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും റൂട്ട് മുൻപ് ഹാമ എന്നാണ്. ഹാഫ് അലിഫ് മീം. ഹാഫ് അലിഫ് മീം. ഹാമ. ഹാഫ് അലിഫ് മീം. എന്താ ഹാമ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. നിന്നു. ഒരാൾ നിൽക്കുകയാണ്. നിന്നു എന്നാണ് ഹാമ. ഹാമ നിന്നു. ഒരാൾ സ്വയം എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് ഹാമ. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അലിഫ് ഹാഫ് അലിഫ് പിന്നെ മീം. അലിഫിന് മുകളിൽ ഹംസ് വേണം. പിന്നെ ഒരു ഫത്ത് അപ്പോഴാണ് ആ എന്ന് വായിക്കുക. പിന്നെ ഹാഫ്. ഹാഫിന് ഫത്ത്, മീമിന് ഫത്ത്. ഹാമയുടെ മുമ്പിൽ ഒരു ആവാണ് അല്ലേ? എന്താ വായിക്കാം? അഖാമ എന്ന് വായിക്കും. അഖാമ. അഖാമ. അഖാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തി എന്നാണ്. നിലനിർത്തുക. ഇതൊരാൾ സ്വയം എഴുന്നേറ്റുന്നതാണ്. നിലനിർത്തി. അപ്പൊ അതിന്റെ പിന്നിൽ വേറെ ആരും ഉണ്ട് അല്ലേ? വേറെ ആരുമാണ് പിടിച്ച് കുത്തനെ നിർത്തിയിരിക്കാൻ. ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം, ഒരു തൂണ് എടുത്ത് കുത്തനെ നിർത്തി. അപ്പം നിലനിർത്തി. അഖാമ നിലനിർത്തി. അഖാമ നിലനിർത്തി. ഇതിലൊരു വാക്കുകൂടെ നമുക്ക് ചേർക്കാം. വെറുതെ നിലനിൽക്കൂല. സ്ഥാപിച്ച് നിലനിർത്തി. സ്ഥാപിച്ചെന്ന് ബ്രാക്കറ്റ് ചെയ്യണം. സ്ഥാപിച്ച് ആദ്യം സ്ഥാപിക്കണമല്ല. ഒരു പോസ്റ്റ് ആദ്യം സ്ഥാപിക്കണം. പിന്നെ അത് വീഴാതെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാം. അഖാമ. ഖാമ നിന്നു. അഖാമ നിലനിർത്തി. സ്ഥാപിച്ചു നിലനിർത്തി. ആദ്യം സ്ഥാപിച്ചു, പിന്നെ അതിനെ വീഴാതെ ആദ്യം സൂക്ഷിച്ചു. അങ്ങനെയാണ് അഖാമ. ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ ഭാവി വർത്തമാനം അല്ലേ? എങ്ങനെയായിരിക്കും? അപ്പോൾ അത് നമ്മളൊരു മീമ് വരും. മീമ് വരച്ചിങ്ങനെ വട്ടത്തിലാക്കി വെക്കണം. അഖാമ. യുഖീമു എന്നാണ് വരിക. യാ ഹാഫ്. യാഹ് ഹാഫ് വീണ്ടും യാ പിന്നെ മീം. യുഖീമു. യാഹിന് ബമ്മ, ഹാഫിന് കസ്റ്, മീമിന് ബമ്മ. യുഖീമു. അഖാമ
നിലനിർത്തുന്നു. നിലനിർത്തുന്നു എന്ന് പറയാം. അഖാമ നിലനിർത്തി, ഭൂതം. യുഖീമു നിലനിർത്തുന്നു, നിലനിർത്തിക്കൊണ്ടേയിരിക്കാൻ, ഇപ്പോൾ പ്രസന്റ്. അല്ലെങ്കിൽ നിലനിർത്തും, ഭാവിയിൽ നിലനിർത്തുന്നേ പറയാം. അഖാമ യുഖീമു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ മാത്രം പഠിക്കുന്നത്. അഖാമ യുഖീമു. അപ്പോൾ നമ്മൾ ഈ വാക്ക് പറയുമ്പോൾ എങ്ങനെ പറയാം? അഖാമ നിലനിർത്തി, യുഖീമു നിലനിർത്തും, ഇങ്ങനെ പറയേണ്ടതില്ല, ഒന്നിച്ച് പറയാം. അഖാമ യുഖീമു. അപ്പോൾ ഒറ്റ പഞ്ചത്തിൽ തന്നെ രണ്ട് വാക്കുകൾ പഠിച്ചില്ലേ? ആ ശൈലിയാണ് നല്ലത്. അഖാമ യുഖീമു. മറ്റു നിലനിർത്തി എന്ന് പറയാം. ഇതിന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടി വരുമ്പോൾ യുഖീമു നിലനിർത്തുന്നു, ഭാവികാലം അല്ലെങ്കിൽ വർത്തമാനകാലമാണ് എന്നവർക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അഖാമ യുഖീമു അല്ലേ? നിലനിർത്തുന്നു, അത്രേ ഉള്ളൂ. ഇതിനപ്പുറം ചിന്തിക്കണ്ടേ? എന്താ ചോദിച്ചോ? അഖാമ യുഖീമു നിലനിർത്തുന്നു. കയറി നിൽക്കണമെന്നാണ് അവരാണ്. വാവ് ചേർത്താണ് അല്ലേ? കുഴപ്പമില്ല. ഖുർആനിൽ എഴുതിയിരിക്കുന്നത് നീലെണ്ണമാണ്. യുഖീമു കഴിഞ്ഞിട്ട് സ്വലാത്താണ്. യുഖീമു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വാവുണ്ട്, പിന്നെ ഒരു നൂനുണ്ട് അല്ലേ? ഇതാണ് എടുത്തത്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കിയാൽ മതി. യുഖീമു കഴിഞ്ഞു, ഇവിടെ നിലനിർത്തുന്നു എന്നാണ് യുഖീമു. അപ്പോൾ വാവും നൂനും എന്താ? ആരാണ് നിലനിർത്തുന്നത് എന്നുള്ളതാണ്. അവർ. ഈ വാവും നൂനും വരുമ്പോഴാണ് അവർ എന്നുള്ള ആശയം വരുന്നത്. അവർ അങ്ങനെ മനസ്സിലാക്കാം. യുഖീമു നിലനിർത്തുന്നു. ആരാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് അവനേ ഉള്ളൂ. യുഖീമു അവൻ, ഏതോ ഒരാൾ നിലനിർത്തുന്നു. വാവും നൂനും വന്നപ്പോൾ അവരായി, അവർ. ഇവിടെ അവർ എഴുതാം. അവർ നിലനിർത്തുന്നു. നേരത്തെ ഇതുപോലെ എന്താ വന്നത്? നേരത്തെ വാവും നൂനോടെ വാക്കുകൾ പഠിച്ചില്ലേ? ഈ ആയത്തിൽ തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് അല്ലദീന യുഗ്മിനു യുഗ്മിനൂന അല്ലേ? യുഗ്മിനു അവർ വിശ്വസിക്കുന്നു, യുഗ്മിനൂന അവർ. അത് തന്നെയാണ് വാവും നൂനും വരുമ്പോൾ അവരാണ്. ഏത് വാക്കും തന്നെയാണ്. മുസ്ലിം, മുസ്ലിം ഊന, മുസ്ലിം ഊന എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ബഹുവചന രൂപത്തിലേക്ക് വരും. അപ്പം യുഖീമൂന അവർ നിലനിർത്തുന്നു, അവർ നിലനിർത്തുന്നു. ആര്? ആദ്യം പറഞ്ഞ ആൾക്കാർ, മുത്തഖികൾ. എല്ലാം അങ്ങോട്ടാണ് ചേർത്ത് പറയാം. ആദ്യം ഒരു വാക്ക് അടിസ്ഥാനമാണെന്ന് പറഞ്ഞു, മുത്തഖികൾക്കാണ് ഖുർആൻ പ്രയോജനപ്പെടാം. ഇനി അതിന്റെ വിശദീകരണം വരും. അല്ലദീന അവരാരാണെന്ന് അറിയാമോ? യുഖ്മിനൂന വിശ്വസിക്കുന്നവരാണ്, ബിൽഗൈബ് അദൃശ്യത്തിൽ, വയുഖീമൂന അവർ നിലനിർത്തുന്നവരുമാണ് അല്ലേ? വയുഖീമൂന വാവുണ്ട് ചേർത്ത് പറയാൻ. വയുഖീമൂന അവർ നിലനിർത്തുന്നവരുമാണ്. എന്തിനെ? അസ്വല നമസ്കാരത്തെ. അങ്ങനെയാണ് അസ്വലാത്ത നമസ്കാരം. സ്വലാത്ത് എന്ന് മാത്രം പറഞ്ഞാലോ നമ്മൾ ഉദ്ദേശിക്കുന്ന നമസ്കാരമല്ല അല്ലേ? സ്വലാത്ത് മാത്രം പറഞ്ഞാലും ബാക്കിയുടെ അർത്ഥം പിന്നെ പ്രാർത്ഥന എന്നൊക്കെയാണ്. പ്രാർത്ഥന അല്ലെങ്കിൽ അതിലേക്കുള്ള പിന്നെ ആവശ്യപ്പെടുകൾക്ക് സ്വലാത്ത് പറയാം. പക്ഷെ അലിഫും ലാമും ചേർത്തുകൊണ്ടാണ് ഇവിടെ സ്വലാത്തുകൾ. സാധാരണ സ്വല ഇങ്ങനെ എഴുതാം, സ്വല സ്വല. ഇവിടെ ഉള്ളത് അലിഫും ലാമും ചേർത്തിട്ടാണ്. അസ്വല നമുക്ക് വായിക്കാം. അസ്വല അസ്വല. നമ്മളിവിടെ അലിഫിന് നമ്മൾ കൊടുത്ത ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞ സാധനമാണ്. ഫതഹല്ല, നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചിഹ്നം മാത്രം വരച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്നും ഇടാതിരിക്കണം. സ്വാദിന് ശബ്ദ ഫതഹ് ലാമിൻ ഫതഹ് അസ്വല
സ്വലാത്ത് എന്ന് വായിക്കേണ്ടതുണ്ടാവും. ശരിക്കും അങ്ങനെ വായിക്കേണ്ടതില്ല. നമ്മൾ അമിതമായ ആത്മാർത്ഥം കൊണ്ട് നമ്മളങ്ങനെ ശീലിച്ചു പോയാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ശീലിച്ചാൽ അങ്ങനെ പറയേണ്ടതില്ല. സ്വലാത്ത് മതി. സൂറത്തിൻ്റെ ഗൾഫിൽ കാണുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? സ്വല കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിക്കുള്ളൂ. സ്വലാത്ത് കഴിഞ്ഞോട് ചോദിക്കുള്ളൂ അല്ലേ? അത്രേ പറയുന്നുള്ളൂ. ഈ അവസാനം ഇങ്ങനെ വരുമ്പോൾ സൈലൻ്റാണ്, വ്യക്തമായിട്ട് പറയേണ്ടതില്ല. സ്വല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫാത്തിമ അങ്ങനെയൊന്നും പറയുള്ളൂ. ഫാത്തിമത്ത് എന്ന് പറയണം, വേണ്ടതില്ല. അതൊരു അയോജനമായ ശൈലിയാണ്. ഫാത്തിമത്ത് എന്ന് അവസാനമുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന തായാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതങ്ങനെ പറയാറില്ല. ഫാത്തിമത്തെ ഖദീജത്തെ എന്ന് പറയില്ല. ഫാത്തിമ ഖദീജ അങ്ങനെ വിളിക്കുള്ളൂ. ഈ വ്യക്തമായിട്ട് പറയേണ്ടതില്ല. ഇങ്ങനെ അവസാനിക്കുമ്പോൾ പറയേണ്ടതില്ല. പക്ഷെ ഓതുമ്പോൾ ഇടയിൽ വരുമ്പോഴാണ് പറയേണ്ടി വരും. അതേപോലെ സ്വലാത്ത എന്ന് തന്നെ പറയണം. പക്ഷെ അവസാനിക്കുകയാണെങ്കിൽ സ്വലാം എന്ന് പറയും. സ്വലാം എന്ന് പറയാം. അപ്പോൾ സ്വലാത്തും അസ്വലാത്തും തമ്മിൽ വ്യത്യാസമല്ലേ? സ്വലാത്ത് പറഞ്ഞാൽ സാധാരണ ഇതാണ് നമസ്കാരം എന്ന് പറയില്ലേ? ഓഫീസിലൊക്കെ കാണിച്ചിരുമ്പോൾ കേരളത്തിലൊരു ശൈലിയാണ് നമസ്കാരം എന്ന് പറയും. അതുപോലെ അസ്വല എന്ന് പറയുമ്പോഴാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാണ് സ്വലാത്ത് അല്ലേ? നമസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൃത്യമായ ഒരു രീതി അതിനുണ്ട്. ആ നിലക്ക് ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഇബാദത്ത് അതാണ് അസ്വലാത്ത് എന്ന് പറയുന്നത്. വാവിൽ അലിഫ് അല്ലേ? പിന്നെ ത. അപ്പോൾ ഇതെങ്ങനെ വായിക്കാം? സ്വലാത്ത് എന്ന് തന്നെ വായിക്കുള്ളൂ. സ്വലാത്ത്. അപ്പോൾ ഇവിടെ വാവ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഉച്ചാരണമില്ല. വാവ് എക്സ്ട്രാ ഉണ്ടെങ്കിലും ഉച്ചാരണമില്ല. ഇത് ഖുർആനിലെ എഴുത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ്. ഇതുപോലെ തന്നെ സക്കാത്ത് എഴുതിയത് കാണാം അല്ലേ? സക്കാത്ത് എഴുതുമ്പോഴും ഇങ്ങനെ കാണാം. ഇത് സക്കവാത്തല്ല, സക്കാത്ത് അങ്ങനെയാണോ? സക്കാത്ത്. പിന്നെ അതുപോലെ ഹയാത്ത് അല്ലേ? ഹയാത്ത് എന്ന വാക്കും അതുപോലെ തന്നെ വാവ് ചേർത്തിട്ട് ഖുർആനിൽ എഴുതിയത് കാണാം. ഇത് വളരെ തുടർന്ന് വരുന്ന ഒരു എഴുത്തിൻ്റെ ശൈലിക്കുന്നുണ്ടോ? അപ്പം ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. പക്ഷെ ഖുർആനിലുള്ളത് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഖുർആൻ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതാം. എന്നാൽ ഹിന്ദി അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യാണ്. നമസ്കാരം. അലിഫിങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ബഹുവചനമുണ്ട്. അപ്പോഴാണ് വാവിന് ഉച്ചാരണം ഉണ്ടാവണമെങ്കിൽ വാവിന് ഫത്ഹ് വരണം. അപ്പോൾ സ്വലവ അല്ലേ? സ്വലവ. ഇനി ഇതിനെ നീട്ടാൻ വേണ്ടിയിട്ട് അരിഫ് കൊടുക്കാം. എന്തായി? സ്വലവാത്ത് എന്നായി. സ്വലവാത്ത്. അപ്പോൾ ഈ തായിന് മാറ്റം വരും. ഇപ്പോൾ ബഹുവചനാണ്. നമസ്കാരങ്ങൾ എന്ന് പറയാനായിട്ട് ഉപയോഗിക്കാം. സ്വലവാത്ത്. അലാ സ്വലവാത്തിഹി മുഹാഫിളൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ അലാ സ്വലവാത്തിഹി മുഹാഫിളൂൻ. ഇത് പിന്നെ സ്വലാത്തിന്റെ ജമാണ്. ജമ എന്ന് പറഞ്ഞാൽ ബഹുവചനം അല്ലേ? നമസ്കാരങ്ങൾ എന്ന് പറയാനാണ് വാവിന് ഫത്ഹ്, അതിന് ശേഷം അലിഫ്, പിന്നെ ത. ഇങ്ങനെ ഒരു സ്വലവാത്ത്. അപ്പോൾ നമസ്കാരങ്ങൾ ജമാണ്. സ്വലാത്തിന്റെ ജമ്മ സ്വലവാത്ത്. അപ്പോൾ വാവിന് മുകളിൽ ഫത്ഹ് ഉണ്ടെങ്കിൽ അത് ഉച്ചാരണം ഉണ്ടാവുള്ളൂ. വാവിന് മുകളിൽ അലിഫ് മാത്രമാണെങ്കിൽ വാവിന് ഉച്ചാരണം ഉണ്ടാവില്ല. ഒരു ദീർഘമാത്രമായിട്ടായിരിക്കും ഉണ്ടാകും. നമസ്കാരം അല്ലേ? ചിലത് നിസ്കാരം എഴുതാറുണ്ട് അല്ലേ? അങ്ങനെയാണല്ലേ? ചില ബുക്കിൽ തന്നെ ഉണ്ടാവും നിസ്കാരം. എന്താ ഉദ്ദേശിക്കുന്നത്? നമസ്കാരം എന്ന് പറയുമ്പോൾ നമിക്കുക എന്നത് ഒരു ഹൈന്ദവ സംസ്കാരമായിട്ട് ബന്ധമുണ്ട് എന്ന് സംശയിച്ചിട്ട് ആ പേടിയിൽ നിന്നാണ് നിസ്കാരത്തുള്ള ശൈലിയിൽ എഴുതാൻ തുടങ്ങിയത്. ശരിക്കും നമ്മളിപ്പോൾ സ്വലാന്നതിന് മലയാളമല്ലേ പറയുന്നത്? മലയാളം പറയുമ്പോൾ മലയാളം തന്നെ പറയണ്ടേ? നമിക്കുക എന്നൊരു പ്രയോഗമല്ല.
അല്ലേ? നമിക്കുക എന്ന് പറഞ്ഞാൽ വേണം. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിസ്കാരം എന്നതുകൊണ്ട് നിസ്കാരം എന്ന് തന്നെ എഴുതണം എന്ന് പറഞ്ഞുള്ളൊരു ശൈലിയുണ്ട്. പക്ഷെ നിസ്കാരം എന്ന വാക്ക് മലയാളം എഴുതുന്നുണ്ടാവോ? ഉണ്ടാവില്ല. അത് നമ്മള് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ശൈലിയാണ്. അങ്ങനെ പറയേണ്ടതില്ലാന്ന് തോന്നുന്നു അല്ലേ? നമസ്കാരം എന്ന് തന്നെ പറയാം. കുറച്ചെങ്കിലും അതിന്റെ ആശയം പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ നമിക്കുക എന്ന് പറയുന്നത് കുഴപ്പമില്ല. അപ്പൊ റുക്കൂഴ് ഒരർത്ഥത്തിൽ നമിക്കലാണ് അല്ലേ? സുജൂദ് സാഷ്ടാംഗം ചെയ്യലാണ് എന്ന് പറയാം. അപ്പോ കുഴപ്പമില്ല. നമസ്കാരം എന്ന് പറയാവുന്നതാണ്. സ്വല നമസ്കാരം, നമസ്കാരങ്ങൾ പറയാം. സൂറത്തുൽ അഹ്സാബിൽ ഒരു ആയത്തുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു. വിശ്വസിച്ചവരെ നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചെയ്യുകയും. ഇതൊരായത്. അവിടെ എന്താ സ്വലാത്ത്? അവിടെ സ്വലാത്തിന് കുറച്ചുകൂടി വ്യാപകമായ ആശയമാണ്. അല്ലാഹു തആല സ്വലാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും നബിയെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുകയും. അപ്പോൾ നമ്മോട് സ്വലാത്ത് പറയാണ്. അവിടെ എന്താ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലേ? അല്ലാഹുവേ നബിയുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് അല്ലാഹുവോട് നാം പ്രാർത്ഥിക്കലാണ് നമ്മുടെ സ്വലാത്ത് അല്ലേ? ഇത് മറ്റൊരു സ്വലാത്താണ്. അപ്പം അത് വേറെ മനസ്സിലാക്കേണ്ടതാണ്. സാധാരണ ഗതിയിൽ സ്വലാത്ത് ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഹത്തഹിയാത്തുകളിൽ സ്വലാത്തുണ്ടല്ല അല്ലേ? ഇബ്രാഹിമിന്റെ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന സ്വലാത്തുണ്ട്. അവിടെ നബിക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക എന്നുള്ള സ്വലാത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന സ്വലാത്ത് നമസ്കാരം എന്ന ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം സ്വലാത്ത് ജമ്മു സ്വലവാത്ത് എന്ന് മനസ്സിലാക്കി. വല്ലതീന യുദ്ധീമൂല യുദ്ധീമൂല അവർ നിലനിൽക്കുന്നവരാണ്. അസ്വലാത്ത നമസ്കാരത്തെ നിലനിൽക്കുന്നവരാണ്. അസ്വലാത്ത ചേർത്തുള്ളോ സ്വലാത്ത ഈ പദമല്ല. ഇതോട് ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തെ നിലനിർത്തുന്നു. അപ്പോൾ മലയാളം പറയുമ്പോൾ നമസ്കാരം നിലനിർത്തുമ്പോൾ തന്നെ പറഞ്ഞാൽ മതിയാവും. അസ്വലാത്ത ويقيمون الصلاة നമസ്കാരം നിലനിർത്തുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും കഴിയുമ്പോൾ എഴുതാം. പ്രയാസമുള്ളവരും എല്ലാം ശരിയായി വരും. മാനേജ്മെന്റ് തിയറി, ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കാം. എന്നിട്ട് നമ്മളത് പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അങ്ങനെ നമ്മൾ മാനേജ്മെന്റ് ശീലിക്കുകയാണ്. ശരിക്കും നമുക്ക് ഇബാദത്തുമായി ബന്ധിപ്പിച്ച് അല്ലാഹു തആല നൽകിയതല്ലേ, പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വനിതകളാണെങ്കിലോ അധികം ബഹു അവസരം ഒന്നിച്ചാണ് അടിക്കുന്നത് അല്ലേ? ഏതാണ്ട് ഒരു ജമ്മാക്ക് പോലെ
ഇങ്ങനെ നമസ്കാരം നിലനിർത്താം. നമസ്കരിക്കുന്നവരായ എന്നല്ല ഇവിടെ പറഞ്ഞു, നമസ്കാരം നിലനിർത്തുന്നവരായാണ്. എന്നുള്ള വ്യത്യാസം ഉണ്ടാകും. അപ്പോ നമസ്കാരം പതിവാക്കണം അല്ലേ? വല്ലപ്പോഴും നിസ്കരിച്ചാൽ പോരാ. നമ്മൾ പറയില്ലേ റമദാൻ സ്പെഷ്യലാണ് നമുക്ക് പറയാം അല്ലേ? ചില നമസ്കാരം റമദാനായ ഭയങ്കര തിരക്കാണ് പള്ളിയിൽ, റമദാൻ കഴിഞ്ഞപ്പോൾ പള്ളി കഴിഞ്ഞു. അപ്പം അങ്ങനെ പ്രത്യേക നിസ്കാരം ചില സന്ദർഭത്തിൽ മാത്രം. അപ്പം നമ്മൾ നിസ്കരിക്കല്ലേ, ഇങ്ങനെ ഒന്നിച്ച് പോകുമ്പോൾ ചോദിച്ചാൽ നിസ്കരിക്കാം. അപ്പം കൂട്ടത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ അയാൾ നിസ്കരിച്ചു. അപ്പം ഇങ്ങനെ അല്ല നിലനിർത്തുക എന്ന് പറയുമ്പോൾ നമസ്കാരം നമസ്കരിക്കുക എന്നത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലേ? അയാളുടെ പ്രകൃതമായിട്ട് മാറണം. പിന്നെ എന്താ ഉദ്ദേശം? നിലനിർത്താൻ പറഞ്ഞാൽ നിസ്കരിച്ചാൽ പോരാ, കൃത്യസമയത്താവുക അല്ലേ? കൃത്യസമയത്ത് നിസ്കരിക്കാം. ചിലരങ്ങനെ നിസ്കരിക്കുന്നതാണ്. കടയിൽ ഭയങ്കര തിരക്കാണ്, ടൗണിലെ അങ്ങനെ പലപ്പോഴും കാണാം. മഗ്‌രിബിന് ഇശാക്കൊക്കെ വന്നിട്ട് ഒന്നിച്ചടിക്കുന്നതാണ്. ബഹ്റ് മുതൽ അഞ്ച് മുതലാണ്. ബഹ്റ് നിസ്കരിക്കാൻ വന്നിട്ട് ചിലര് കുനൂത്ത് ഒന്ന് കാണാം. ഏതാ കുനൂത്ത്? സുബഹി നിസ്കരിക്കാൻ പോകുന്നത്. ആ സമയത്ത് കൈകത്തിൽ കുനൂത്ത് തോന്നുന്നതാണ്. ഇങ്ങനെ കൃത്യനിഷ്ഠ ഇല്ലാത്ത നമസ്കാരക്കാരൻ നിസ്കരിക്കണം എന്നേ ഉള്ളൂ, അല്ലാതെ സമയബന്ധിതമായിട്ട് അനുഷ്ഠിക്കുന്നില്ല പോലെ. അതൊരു പ്രശ്നമാണ്. അപ്പൊ അത് ഇഖാമത്ത് സ്വലാത്ത് എന്ന് പറയാൻ സാധ്യമല്ല അല്ലേ? ഇഖാമത്ത് ഒരു വാക്കില്ലേ, നിലനിർത്തൽ എന്നാണ്. നമസ്കാരത്തിന്റെ ഇഖാമത്ത്, ബാങ്കും ഇഖാമത്തും അതിന്റെ ആ ചിട്ടയോടുകൂടി കൃത്യസമയത്ത് അനുഷ്ഠിക്കലാണ് ഇഖാമത്ത്. പള്ളികളിൽ കാണാമല്ലോ ബാങ്ക് ഇഖാമത്ത്, ബോർഡിൽ ബാങ്കിന്റെ സമയമുണ്ട്, ഇഖാമത്തിന്റെ സമയമുണ്ട്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠം ഇങ്ങനെയാണ്, താൻ എവിടെയാണോ ജീവിക്കുന്നത്, താമസിക്കുന്നത്, ജോലി ചെയ്യുന്നത്, അവിടെ ഏറ്റവും അടുത്ത പള്ളിയിൽ ഇങ്ങനെ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് പള്ളിയിൽ എത്തിയിട്ട് നമസ്കാരം അനുഷ്ഠിക്കുക അല്ലേ? പുരുഷന്മാരാണെങ്കിൽ നിർബന്ധമായി. അതാണ് ഇഖാമത്ത് എന്ന് പറയുമ്പോൾ വരുന്നത്. സമയബന്ധിതമായിട്ട് കൃത്യമായി പ്ലാനിങ്ങോടുകൂടി അനുഷ്ഠിക്കണം. എങ്ങനെയെങ്കിലും നിസ്കരിക്കുകയല്ല. അപ്പോൾ അത് നേരത്തെ തന്നെ അത് തീരുമാനിച്ചിരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് ഞാൻ മുഹറിന് എവിടെയായിരിക്കും, അസറിന് എവിടെയായിരിക്കും, അതിൽ നേരത്തെ തന്നെ പ്ലാനിങ് ഉണ്ടാവണം. യാത്ര പോകണമെങ്കിൽ ഉണ്ടാവണം. യാത്രയിൽ നമ്മൾ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന സംഗതിയാണ്. ഭക്ഷണം എവിടെ നിന്നാണ് കഴിക്കാൻ വെച്ചിട്ട് അത് തീരുമാനിച്ചിട്ട് പുറപ്പെടാം അല്ലേ? എവിടെ എത്തും, ഏത് ഹോട്ടലിൽ കഴിക്കും, നേരത്തെ തീരുമാനിക്കണം. വെജാണോ നോൺ വെജാണോ ഒക്കെ നമ്മൾ തീരുമാനിക്കും. അതേസമയത്ത് നിസ്കാരം കാര്യമായിട്ട് പരിഗണിച്ചു കൊണ്ടില്ല, അത് തീരുമാനിക്കേണ്ട. നമസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം മുഅ്മിനീന്റെ ദിനചര്യകൾ. ദിനചര്യ അങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ടൗണിൽ ധാരാളം തിരക്ക് പിടിച്ച ബിസിനസ്സുകാരുണ്ട്. പോക്കറ്റിൽ ടൗണിലെ വ്യത്യസ്ത പള്ളികളിലെ നമസ്കാര സമയം പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന തിരക്ക് പിടിച്ച കച്ചവടക്കാരൻ എറണാകുളം സിറ്റിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ പല പള്ളികളും പല സമയത്തായിരിക്കും ഇഖാമത്ത്. അപ്പം അതിനനുസരിച്ച് ഇപ്പോൾ 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണെങ്കിൽ കടയിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അയാൾ ഇപ്പം ജമാഅത്ത് കിട്ടുന്ന പള്ളി ഏതാണ് എന്ന് മനസ്സിലാക്കി ടൗണിലേക്ക് അങ്ങനെയാണ്. അപ്പം അത് കൃത്യമായിട്ട് കഴിയുന്നത്ര പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഗതിയാണ്. അപ്പോൾ സമയബന്ധിതമായിട്ട് നമസ്കരിക്കുക അല്ലേ? നമസ്കാര ജീവിതത്തിന്റെ ഭാഗമാവുക ഇഖാമത്താണ്. സമയബന്ധിതമായിട്ട് അനുഷ്ഠിക്കുക, അതിൽ ആസൂത്രണം ഉണ്ടാവുക. നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടാകും. ഖുർആൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചയ നമസ്കാരം കാനത് ആകുന്നു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കിതാബ് നിർബന്ധ കർമ്മമാണ്. കിതാബ് ഉദ്ദേശിച്ചതാണ് നിർബന്ധ കർമ്മം എന്ന് പറഞ്ഞാൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട പ്രമാണമാണ്. മൗഖൂത്ത് എങ്ങനെ? വഖ്ത്, അതാണ് മൗഖൂത്ത്. സമയബന്ധിതമായിട്ട് അനുഷ്ഠിക്കേണ്ട കർമ്മമാകുന്നു. ശരിക്കും നമസ്കാരം കൃത്യമാണെങ്കിൽ അയാളുടെ ദിനചര്യ മൊത്തം കൃത്യമാവും, പ്ലാൻഡ് ആവും. നമ്മൾ സുഖീകരിച്ചു അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയത്, അല്ലെങ്കിൽ നടക്കില്ല. എങ്ങനെയാണ് വഴി പോകും അല്ലേ? അതിൽ കൃത്യത ഉണ്ട്. അവരിൽ 10 തന്നെ അനുഷ്ഠിക്കുമ്പോൾ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിട്ടപ്പെടുത്താൻ കഴിയും. അപ്പം അങ്ങനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് നമസ്കാരം. പക്ഷെ എന്നിട്ടും
കൃത്യനിഷ്ഠ അങ്ങേയറ്റം കുറഞ്ഞവരായിട്ട് നമ്മൾ മാറിപ്പോയി. അത് ചെയ്യാൻ പാടില്ല. ഇത് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നിസ്കരിക്കാൻ പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സൊന്നും ശരിയില്ല, പെട്ടെന്ന് പറയും. എല്ലാവരും ശീലിച്ചൊരു സംഗതിയാണ്. അങ്ങനെ ഡ്രസ്സ് ശരിയാവുന്നുണ്ടാവും. സാധാരണ ഒരാൾ കുളിച്ചു, പിന്നെ വസ്ത്രം ധരിച്ചു ഉണ്ടല്ലോ, നെജസ് എന്ന് പറയുന്ന ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് യാത്ര ചെയ്തു എന്നത് കൊണ്ട് അപ്പോഴേക്കും മുഷിഞ്ഞാവും ഇല്ല. മണ്ണ് എന്ന് പറയുന്നത് മണ്ണ് അടിസ്ഥാനപരമായിട്ട് അശുദ്ധമല്ല. ജോലിക്കിടയിലാണെങ്കിൽ മണ്ണ് പുരണ്ടാൽ മണ്ണോട് നമസ്കരിക്കാം. ഇതിൽ നെജസ് ഇല്ല എന്ന് ഉറപ്പായാൽ മതി. അങ്ങനെയാണ്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ സമയത്ത് തന്നെയാണ് നമസ്കാരം. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ പഠിപ്പിച്ചത്. അല്ലാതെ അപ്പോഴാണ് പോയിട്ട് കുളിച്ച് റെഡിയായി നമസ്കരിക്കാൻ പറ്റുമോ? കുളി നിർബന്ധമാണെങ്കിൽ കുളിക്കണം. നജസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശുദ്ധിയാക്കണം. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ ഒഴിവ് കഴിവ് പറഞ്ഞ് ഞാൻ ശരിയല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന രീതി പൊതുവെ കാണാം. അപ്പം അങ്ങനെയല്ല വേണ്ടത്. അതാണ് സമയങ്ങളിൽ ഉത്തരം നൽകിയാണ് അടിമത്തം അല്ലേ? വിളിച്ചാൽ വിളിച്ചെടുത്ത് വിളിച്ച സമയത്ത്, അതാണ് അടിമത്തത്തിൻ്റെ പൂർണ്ണത. അല്ലാതെ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് അറ്റൻഡൻസ് ഒപ്പിട്ട് പോകുക എന്ന രീതിയല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഇഖാമത്തിൻ്റെ ഭാഗമാണ്. ഇഖാമത്ത് സ്വലാ അല്ലേ? പിന്നെന്താ ഇഖാമത്ത് സ്വലാ പറഞ്ഞോളൂ. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇഖാമത്ത് സ്വലാ നമസ്കാരം സാമൂഹികമായി അനുഷ്ഠിക്കാനുള്ള സംവിധാനം ഉണ്ടാവണ്ടേ? അപ്പോൾ ഒരു മുസ്ലിം സമൂഹം കുറച്ച് പേര് നാട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ നമസ്കാര വ്യവസ്ഥാപിതമായി അനുഷ്ഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പള്ളി ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഇന്നത്തെ പോലെ ഭയങ്കര കോശ പള്ളി തന്നെ വേണമെന്നല്ല പറയുന്നത്. റസൂലുള്ളാഹിന്റെ പള്ളി വെറും മണലിൽ പിന്നെ ഈത്തപ്പന തടുക്കുകൾ വെച്ചുകൊണ്ട് മറിച്ചിട്ടുള്ള പള്ളിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. അതിനാരാണ് മുൻകൈയെടുക്കേണ്ടത്? സമുദായം അല്ലേ? ഇസ്ലാമിക സമൂഹം മൊത്തത്തിൽ അതിനെ മുൻകൈയെടുക്കണം. അതിന് സംവിധാനം ഉണ്ടാവണം. അത് ഇഖാമത്ത് സ്വലാത്തിന് പ്രധാന സംഗതിയാണ്. അപ്പോൾ നമസ്കരിക്കുവാനുള്ള സംവിധാനം പള്ളി ഉണ്ടാവുക. പള്ളിയിൽ എന്തൊക്കെ വേണം? പള്ളിയിൽ കൃത്യസമയത്ത് ബാങ്ക് മുഴങ്ങണം, കൃത്യസമയത്ത് ഇഖാമത്ത് സ്വലാം നടക്കണം അല്ലേ? ഇമാമത്ത് ഉണ്ടാവണം, ജമാഅത്തായിട്ട് നമസ്കാരം നടക്കണം. അതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട സംവിധാനം ഒക്കെ ഉണ്ടാവണം. അവിടെ വൃത്തി ഉണ്ടാവണം, അവിടെ ആളുകൾക്ക് വുളൂ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം, അതിനു മുമ്പ് ശരീര ശുദ്ധി വരുത്താനുള്ള സംവിധാനം ഉണ്ടാവണം അല്ലേ? അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് മാറണം. ഇഖാമത്ത് സ്വലായുടെ ഭാഗമായിട്ട് മാറുന്നു പള്ളിയോടനുബന്ധിച്ചുള്ള പ്രാഥമിക സൗകര്യങ്ങൾ. അങ്ങനെയാണ്. അതും ഇഖാമത്ത് സ്വലായുടെ ഭാഗമാണ്. പിന്നെന്താ വേണ്ടത്? ഇഖാമത്ത് സ്വലാ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് പരീക്ഷിക്കപ്പെട്ടത്, പീഡിപ്പിക്കപ്പെട്ടത് നമസ്കാരത്തിന്റെ പേരിലാണ്. നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ പഠിച്ചു. അടിമ നമസ്കരിക്കുമ്പോൾ തടയുന്നവനെ കണ്ടുവോ ചോദിച്ചു. അബൂ ജഹൽ റസൂലുള്ളാഹിന്റെ പെരടിയിലെ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട സംഭവമില്ലേ? അതിലേക്കാണ് ആദ്യം അവതരിച്ച സൂക്തങ്ങൾ പെട്ടാണ് നമസ്കാരം പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നമസ്കരിച്ചിരുന്നു. നമസ്കാരത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. മദീനയിലെത്തിയപ്പോൾ റസൂൽ ആദ്യം ചെയ്ത എന്താണ്? മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോൾ തന്നെ ഒരു പള്ളി സ്ഥാപിച്ചു അല്ലേ? എന്താ പേര്? മസ്ജിദ് ഖുബാ. മസ്ജിദ് ഖുബാ. ഖുബാ എന്ന പ്രദേശത്ത് ഒരു പള്ളി ഉണ്ടാക്കി. അപ്പോഴും അതിൻ്റെ സ്മാരകമായിട്ട് അവിടെ വലിയൊരു പള്ളി നിൽക്കുന്നുണ്ട്. അവിടെ നമസ്കരിക്കുന്നത് ശ്രേഷ്ഠമാണ്. എന്നിട്ടാണ് അവിടെ നമസ്കരിച്ചതിന് ശേഷം 2 ദിവസം നിന്നിട്ട് പിന്നെയാണ് റസൂൽ മദീനയിലേക്ക് പുറപ്പെടുന്നത് അല്ലേ? മദീനയിലെത്തിയിട്ട് ആദ്യം എന്താ ചെയ്തത്? അവിടെ പള്ളി ഉണ്ടാക്കി. മസ്ജിദുൽ നബവി അല്ലേ? പള്ളി ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങുന്നത്. പള്ളി ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്തത്? നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളി പൂട്ടിയാണ്. പൂട്ടിയില്ല. നമ്മൾ ഉടനെ പൂട്ടി കഴിയും അല്ലേ? പൂട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അകത്ത് ക്ലോക്കുണ്ട്, മൈക്കുണ്ട്, അതൊക്കെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് അതാണ്. അപ്പോൾ അന്ന് പള്ളി പൂട്ടിയില്ല. എന്താ ചെയ്തത്? പള്ളി എപ്പോഴും തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആർക്കും വേണമെങ്കിൽ പ്രവേശിക്കാം. കാരണം അങ്ങനെ ലക്ഷോപേസായിട്ടുള്ള പള്ളി ആയിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിന്ന് പലർക്കും കൊണ്ടുപോയി വെച്ചിട്ട് പേടിക്കുകയാണ്. കട്ടുകൊണ്ട് പോകുന്ന പേടിയാണ്. അപ്പോൾ ആ പള്ളി എപ്പോഴും ഓപ്പണാണ്. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ? അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി മാറി അല്ലേ?
ശരീരത്തിന് ഹൃദയം എന്ന പോലെ മനുഷ്യ സമൂഹത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഹൃദയമായിട്ട്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഹൃദയമായിട്ട് പള്ളി മാറാണ്. എല്ലാ പ്രശ്നങ്ങളും പള്ളിയിലേക്കാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെട്ടു അല്ലേ? കല്യാണാലോചന വന്ന് പള്ളിയിലാണ്, നിക്കാഹ് നടക്കുന്നത് പള്ളിയിലാണ്, അങ്ങനല്ലേ? അങ്ങനെയായിരുന്നു. ഇപ്പോൾ പള്ളിയിൽ നിക്കാഹ് നടത്തി എന്ന് പറഞ്ഞാലോ, അതോ പാവപ്പെട്ട ആളുകളാണ് നമ്മൾ പറയാം. സ്വന്തമായിട്ട് വീടൊന്നില്ലെങ്കിലും പള്ളിയിൽ നടത്തില്ല, എന്താ ചെയ്യാം? പക്ഷെ റസൂലുള്ളാഹിയുടെ സുന്നത്ത് പള്ളിയിലാവലാണ്, നിക്കാഹ് പള്ളിയിലാവലാണ്. നമ്മൾ തിരിച്ചു വരണം. അതുപോലെ എല്ലാ കാര്യങ്ങളും അല്ലേ, സൈനിക സജ്ജീകരണം നടക്കുന്നത് പള്ളിയിലാണ്. സൈനിക സജ്ജീകരണം ഇന്ന് ബറ്റാലിയൻ സൈന്യം ഇന്ന സ്ഥലത്തേക്ക് പുറപ്പെടണം, സർവ്വസൈനാധിപനായ റസൂലുള്ളാഹി പള്ളിയെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ വിധി കൽപ്പിക്കുന്നത് കോടതി പള്ളിയാണ്, മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്ന പള്ളിയാണ്. എല്ലാ കാര്യങ്ങളും ആസ്ഥാന പള്ളിയായി, അതും ഇഖാമത്തുൽ സ്വലാത്തിന്റെ ഭാഗമാണ് അല്ലേ? നിസ്കാരമായിട്ട് കൂട്ടിക്കളയുന്നത്. ശാന്തിയുടെ, സമാധാനത്തിന്റെ, മനുഷ്യരുടെ ആശാകേന്ദ്രമായിരിക്കണം പള്ളി. പഠിപ്പിച്ചില്ലേ? പള്ളിയിലെത്തിയ ഒരു സമാധാനമാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പള്ളിയിൽ ചെരുപ്പടിച്ചിട്ട് പഠിച്ചവനെ തിരിച്ചു പോകുമ്പോൾ കിട്ടുമില്ല, സംശയം. പള്ളി ചില പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലഗേജുകൾ സ്വന്തം ഗ്യാരണ്ടിയിൽ സൂക്ഷിക്കേണ്ടതാണ്, നഷ്ടപ്പെട്ടു പോയാൽ പള്ളിയിൽ ഉത്തരവാദിയല്ല. പൊതുവിനോട് സമാധാനം ഉണ്ടാകും, സമാധാനമില്ല. അപ്പൊ യുദ്ധീമൂല സ്വലാന്ന് പറഞ്ഞത് നമസ്കാരം എന്ന ഒരു ആരാധനാ കർമ്മം അനുഷ്ഠിക്കുക എന്നതിൽ പരിമിതമല്ല. അതിന് ഒരുപാട് മാനങ്ങൾ അല്ലെ, വ്യക്തിപരമായും സാമൂഹികമായുമുള്ള ഒന്നിച്ചൊരു വിപ്ലവത്തെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ചാണ് യുദ്ധീമൂല സ്വലാത്ത് പറഞ്ഞത്. ഇതിനൊറ്റ വാക്കില് നമ്മൾ പറയുന്നൊരു ശരിയാണ് ഇഖാമത്തുസ് സ്വലാത്ത്. ഇഖാമത്തുസ് സ്വലാത്ത് എന്താ? നമസ്കാരം സ്ഥാപിച്ച് നിലനിർത്തൽ കാണുന്നതാണ്. നമസ്കാരം സ്ഥാപിച്ച് നിലനിർത്തൽ ഇഖാമത്തുസ് സ്വലാത്ത്. നമസ്കാരം സ്ഥാപിച്ച് നിലനിർത്തൽ. ഞാൻ പറയുന്ന പോയിന്റുകൾ കഴിയുന്നില്ല അല്ലേ? ഇഖാമത്തുസ് സ്വലാത്തിനെ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ, അങ്ങനെ ചെറുതായിട്ടോട് എഴുതി വെക്കണം. വീണ്ടും കൊണ്ടുപോയി നമുക്ക് നോട്ടാക്കി മാറ്റാവുന്നതാണ്. നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമാകുന്നതോടൊപ്പം സമയബന്ധിതമാവുക എന്ന് പറഞ്ഞു. നമസ്കാരവുമായി ബന്ധപ്പെട്ട് ദിനചര്യയെ ക്രമീകരിക്കുക. നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ദിനചര്യയെ ക്രമീകരിക്കുക. അത് എത്രാമത്തെ സ്വലാണ്? അതാ പറയുന്നത്. നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമാവുക, ജീവിതത്തിന്റെ ഭാഗമാവുക, സമയബന്ധിതമാവുക, സമയബന്ധിതമാവുക. നമസ്കാരത്തിനനുസരിച്ച് ദിനചര്യയെ ക്രമീകരിക്കുക. നമസ്കാരവുമായി ബന്ധപ്പെടുത്തി ദിനചര്യയെ ക്രമീകരിക്കുക. നമസ്കാരവുമായി ബന്ധപ്പെടുത്തി ദിനചര്യയെ ക്രമീകരിക്കുക. അടുത്തത് സാമൂഹിക സംവിധാനം ഉണ്ടാവുക. സാമൂഹിക സംവിധാനം. ഇതിൽപ്പെട്ടാണ് കുടുംബത്തെ ശീലിപ്പിക്കാനുള്ളത് അല്ലേ? കുടുംബത്തിൽ നിസ്കാരം കാണണം. സാമൂഹിക സംവിധാനം എന്ന് പറഞ്ഞതിൽ പള്ളി അല്ലേ? പള്ളി നിർദ്ദേശിച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട എല്ലാവരും പെടും. സാമൂഹിക സംവിധാനം ഉണ്ടാവുക. അനുഷ്ഠിക്കുന്ന കുടുംബനാഥൻ ബാങ്ക് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകും. പക്ഷെ ആരും എഴുന്നേൽപ്പിക്കൂല. അവരുറപ്പ് തെളിഞ്ഞു കൊണ്ട് പേടിച്ച് വാതിലൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ ഓർക്കാം.
വീട്ടുകാർ ഉറക്കത്തെല്ലാം പേടിച്ചിട്ടേ അല്ലേ? അവർ ഉറക്കം നഷ്ടപ്പെട്ടു പോയാലോ? മക്കൾ പഠിക്കുന്നവരാണ്, അവർ കുറേ പഠിച്ചിട്ട് താമസിച്ചാൽ കിടന്നത്. അപ്പോൾ ഉറക്കം പോയി പോലെ ക്ഷീണം ഉണ്ടാവും, പാവം. മതിൽക്കെട്ടാണ് അല്ലേ? ഒരാൾ തിന്മയിലും തടഞ്ഞു നിർത്തുന്ന മതിൽക്കെട്ടാണ്. സംഘടിതമായിട്ട് പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ സുരക്ഷിതമായ ഒരു മതിൽക്കെട്ടിനകത്താവുള്ളൂ. അയാൾക്ക് നമസ്കരിക്കുന്ന കുറേ കൂട്ടുകാരുണ്ടാവും. സുബഹിക്ക് കണ്ടില്ലെങ്കിൽ ഉടനെ അന്വേഷിക്കും, എന്താ അദ്ദേഹത്തെ കാണാത്തത്, വല്ല അസുഖമായ ഉടനെ അവർ വീട്ടിൽ പോയി നോക്കും എന്താ സംഭവിച്ചത് അല്ലേ? മുഖ്യ വിഷയം നമസ്കരിച്ചാണ് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാവണം, എങ്കിലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ അങ്ങ് പോകും അല്ലേ? ഓരോരുത്തർ അവരവരുടെ സമയത്ത് എഴുന്നേൽക്കും, അങ്ങനെ സംഭവിക്കും. അപ്പോൾ കുടുംബത്തെ ശീലിക്കും. ഇതൊക്കെ ഇസ്ലാമിക സ്വലയുടെ ഭാഗമാണ്. പിന്നെ നമസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമൂഹിക ക്രമമാണ്. അതാണ് പിന്നെ നമ്മൾ പറഞ്ഞത്, പള്ളി ഇസ്ലാമിക സമൂഹത്തിന്റെ കേന്ദ്രമാവുക. അത് ഇസ്ലാമിക സ്വലാത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സംഗതിയാണ്. പ്രശ്നങ്ങളൊക്കെ പള്ളിയിൽ പരിഹരിക്കപ്പെടണം. അങ്ങനെയൊന്നുമല്ല, എന്ത് വിഷയമായാലും റസൂലുള്ള ഉടനെ വിളിക്കും. ബിലാൽ ഉമ്മാനെ വിളിച്ചിട്ട് ആ ബിലാൽ അദ്യം ബിലാലെ ബാങ്ക് കൊടുക്കുക എന്ന് പറയും. എപ്പോഴാണ് കൊടുക്കാൻ പറയുന്നത്? ആ സമയത്ത്, ബാങ്കിന്റെ സമയത്തൊന്നുമല്ല. നമ്മുടെ പള്ളിയിൽ ഒരുപക്ഷെ മോദിന് ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ ചാടിയാണെങ്കിൽ ബാങ്ക് കൊടുക്കും. ആ സമയത്ത് ആൾക്കാർ ഓടിപ്പോകും, എന്താ സംഭവിച്ചത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ പതിവ് രീതിയായിരുന്നു. അപ്പോൾ മദീനത്തെ പള്ളിയിൽ ആ സമയത്ത് ബാങ്ക് കേട്ടാൽ ആളുകൾ ഒരുമിച്ച് പോകും. അപ്പോൾ ചിലപ്പോൾ അവിടെ എന്തോ ഒരു യാത്രാസംഘം വന്നിട്ടുണ്ടാവും, ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ റസൂൽ പറയും, ഉള്ളത് കൊണ്ടുപോകാം, ഇവരുടെ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം. എല്ലാവരും ഉള്ളത് കൊണ്ടുവന്ന് അവർക്ക് ദാനം ചെയ്യും. എനിക്ക് മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാണ്. അപ്പോൾ ആ നിലക്ക് ഇസ്ലാമിക സാമൂഹിക ജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിട്ട് പള്ളി മാറിയിരുന്നു. അത് ഇസ്ലാമിക സ്വലയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ആദ്യം പള്ളി സ്ഥാപിച്ചത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. കാബാലെ പടുത്തുയർത്തപ്പോൾ നടത്തിയ പ്രാർത്ഥന ഈ സൂറയിൽ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാമിക സ്വലയിൽപ്പെടും. ഇഖാമത്തുൽ സ്വലാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ച ഒരു വചനമുണ്ട്. എന്താണ്? അസ്സലാത്തു ഇമാദുദ്ദീൻ. അസ്സലാത്ത് നമസ്കാരം, ഇമാദ് തൂണാണ്, സ്തംഭമാകുന്നു. അദ്ദീൻ ദീനിന്റെ സ്തംഭമാണ് നമസ്കാരം, ദീനിന്റെ സ്തംഭം. അസ്സലാത്തു ഇമാദുദ്ദീൻ എന്ന് റസൂൽ പഠിപ്പിച്ചു. ഇമാദുദ്ദീൻ എത്രയെങ്കിലും ഓർക്കുന്നത് നല്ലതാണ്. അസ്സലാത്തു ഇമാദ്. അസ്സലാത്തു ഇമാദുദ്ദീൻ. അസ്സലാത്തു ഇമാദുദ്ദീൻ. നമസ്കാരം ദീനിന്റെ തൂണാകുന്നു. നമസ്കാരം ദീനിന്റെ തൂണാകുന്നു. നെടും തൂണാണ്. തൂണില്ലെങ്കിൽ കെട്ടിടം നിലനിൽക്കില്ല. നിസ്കാരമാണോ ദീന്? അല്ല, ദീനിന്റെ തൂണാണ്. അപ്പോൾ നമസ്കാരത്തിന് മുകളിലാണ് നമുക്ക് കെട്ടിടം പണിയേണ്ടത്. ആദ്യം പില്ലർ ഉണ്ടാക്കും അല്ലെ, അതിന്റെ മുകളിലാണ് കെട്ടിടം. അതാ പറയുന്നത്. ഇതിന്റെ മുകളിലാണ് ദീന് രൂപപ്പെട്ട് വരേണ്ടത് നമ്മളാണ്. പിന്നെ പറഞ്ഞത് എന്താ? മൻ അഖാമഹ, മൻ അഖാമ, ആ നിലനിർത്തിയോ, ആ ഇതിനെ നമസ്കാരത്തെ ആർ നിലനിർത്തുന്നുവോ, ഫഖദ് അഖാമ ദീൻ, അവൻ ദീനിനെ നിലനിർത്തി. അവൻ ദീനിനെ നിലനിർത്തി. വളരെ ശ്രദ്ധേയമായ പരാമർശമാണ്. മൻ അഖാമഹ ഫഖദ് അഖാമ ദീൻ. കൂടുതൽ എഴുതണം, അത് സമയം പോകും. മൻ നീമ നൂന്, അഖാമ ഹാ, മൻ അഖാമ ഹാ, ആർ അതിനെ നിലനിർത്തിയോ, മൻ ആര്, അഖാമ നിലനിർത്തി, ഹാ അത് നമസ്കാരം.
അതിനെ നിലനിർത്തിയോ ഫഖദ് തീർച്ചയായും അഖാമ അവൻ നിലനിർത്തി ഫഖദ് അഖാമ അദ്ദീൻ ഫഖദ് അഖാമ അദ്ദീൻ മൻ അഖാമഹ ഫഖദ് അഖാമ അദ്ദീൻ അതിനെ നിലനിർത്തിയോ അവൻ ദീനിനെ നിലനിർത്തി. അർത്ഥം എഴുതി പോകുന്നതല്ല. മൻ അഖാമഹ അതിനെ നിലനിർത്തിയോ ഫഖദ് തീർച്ചയായും അഖാമ അവൻ നിലനിർത്തി അദ്ദീൻ ദീനിനെ നിലനിർത്തി. അതിനെ നിലനിർത്തിയോ അവൻ ദീനിനെ നിലനിർത്തി. ഇതില്ലേ ഇനി അതിന്റെ മറുവശം പറയാൻ ആരും ഒമൻ ഹദമ ഹാദ് ദാല് മീമ ഹാ ഹദമ ഹ ഒമൻ ഹദമ ഹ ഹദമ ഹദമ എന്ന് പറഞ്ഞാൽ തകർത്തുന്ന ഹദമ. ഒമൻ ഹദമ ഹ ഫഖദ് ഹദമ ദീൻ അവൻ ദീനിനെ തകർത്തു. ഒമൻ ഹദമ ഹ അതിനെ തകർത്തുവോ നശിപ്പിച്ചു കളഞ്ഞ ഫഖദ് തീർച്ചയായും ഹദമ അവൻ തകർത്തു അദ്ദീന ദീനിനെ തകർത്തു. ഫഖദ് ഹദമ ദീന فقد هدم الدين ومن هدمها فقد هدم. ചേർത്ത് പറയാം. നമസ്കാരം നമ്മൾ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമാണ്. ഈമാൻ എന്നത് മനസ്സിലാണ്. ഒന്ന് വിശ്വാസം, മറ്റൊരു കർമ്മം. നൽകി റസഖ്ന നാം നൽകി. വമിമ്മ റസഖ്ന നാം നൽകിയതിൽ നിന്ന് നാം നൽകിയതിൽ നിന്ന് യൗഫിഖൂൻ അവർ ചെലവഴിക്കുന്നവരാണ് എന്നാണ്. അവർ ചെലവഴിക്കുന്നവരാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? സമ്പത്ത് ചെലവഴിക്കുക ചെലവഴിക്കുക, സമ്പത്ത് ചെലവഴിക്കുക. അപ്പോൾ നമസ്കാരം പറഞ്ഞിട്ട് നേരെ തൊട്ടുടനെ ചെലവഴിക്കലിനെ കുറിച്ച് പറയാം, സമ്പത്തിനെ കുറിച്ച്. എന്നാൽ നമസ്കാരവും ചെലവഴിക്കലും തമ്മിലുള്ള ബന്ധം ഒന്ന് ശരീരം കൊണ്ടുള്ള അടിമത്വമാണെങ്കിൽ മറ്റൊരു സമ്പത്ത് കൊണ്ടുള്ള അടിമത്വമാണ്. നിങ്ങൾ ചെറിയ നോട്ടുണ്ടാക്കാൻ ശ്രമിക്കാം. നമസ്കാരവും ചെലവഴിക്കും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നമസ്കാരവും സക്കാത്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചെറിയൊരു അന്വേഷണം നടത്തിയാൽ നമുക്ക് നോട്ടുണ്ടാക്കാം. ഖുർആൻ പലരും ചേർത്ത് പറയുന്ന വിഷയമാണ്. നമ്മൾ ഇത് നേരത്തെ പഠിച്ച എവിടെയാണ്? അൽ ബയ്യിന ലംയകുനിൽ പഠിച്ചിരുന്നു. ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അവിടെ പഠിച്ചാൽ അപ്പോൾ ശരീരവും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സമർപ്പിക്കാനുള്ളതാണ്. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. നമ്മുടെ തുടക്കം ഇങ്ങനെ ഉണ്ടല്ലോ, മെല്ലെ മെല്ലെ പോവുക എന്നുള്ളത് നമ്മളൊരു ഉദ്ദേശമാണ്. കാരണം പ്രാഥമികമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തണം. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇഖാമത്ത് സ്വലാത്ത് പഠിച്ചു. ഇത് ഇനി പഠിക്കാനുള്ള അവസരം ഉണ്ടാവേണ്ടതില്ല. പഠിക്കാനല്ല, പ്രാക്ടിക്കലാക്കാൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇഖാമത്ത് സ്വലാത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കണം. എങ്കിലേ നമുക്കിത് പ്രയോജനപ്പെടുള്ളൂ. ഇത് കേവലം ഒരു അക്കാഡമിക് സ്റ്റൈലുള്ള ഒരു പഠനമാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നില്ല.
അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ ഈ ഇഖാമത്ത് സ്വലം ഈ മുതൽ സ്റ്റാർട്ടാവണം. ഇല്ലാന്നല്ല പറയുന്നത് ഒന്നുകൂടി ക്രമീകരിച്ച് ഉണ്ടല്ലോ കുടുംബത്തേക്ക് അതിലേക്ക് കൊണ്ടുവരുന്ന രീതി നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോഴാണ് കുടുംബം നമ്മുടെ ജീവിതമായിട്ട് മാറുകയുള്ളൂ. നമ്മളിപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഏകാഗ്രതകളിലൂടെ കടന്നു പോകുന്നത് 5 മാസത്തിലെ ആദ്യത്തെ 10 വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ വിഭാഗത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പെരുന്നാളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. പെരുന്നാൾ വിഭാഗത്താണ്. അതിനെ ഇസ്ലാമികമായിട്ട് ആഘോഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അറഫ നോമ്പെടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ ഹാജിമാർ അവിടെ ഒരുമിച്ച് ചേർന്ന് ഹജ്ജിലേക്ക് പുറപ്പെടാനില്ല, നാളെ അവർ പുറപ്പെടാൻ പോവാണ്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുറച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങളായ മുഴുവൻ ഹാജിമാരെയും ഞാൻ അനുഗ്രഹിക്കാനൊക്കെ കുറച്ചവനെ ചൈതന്യവർക്കായി പ്രാർത്ഥന പൂർത്തീകരിക്കുവാൻ ഞങ്ങളിലേക്ക് തിരിച്ചെത്തണം. അവരെ അനുഗ്രഹിക്കാനൊക്കെ ഹജ്ജിൻ്റെ എല്ലാ നന്മകളും ലോകത്തിന് വേണ്ടി കുറച്ചവനെ നീ വർഷിക്കണമെന്നാഥ. എല്ലാവിധ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും ഞങ്ങൾ കാക്കാനാവട്ടെ. ആഘോഷത്തിൻ്റെ ഈ വേളയിലും രോഗികളായ മനപ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. പഠിച്ചവനെ എല്ലാ അസുഖങ്ങളും നമുക്ക് ശരിയാക്കി തരുന്നതൊക്കെ പഠിച്ചവനെ മനസ്സമാധാനത്തോടുകൂടി കൊടുക്കാൻ പഠിച്ചുകൊണ്ട് ഭൂമിയിൽ കഴിച്ചു നിൽക്കുവാനും ഞങ്ങളുടെ സ്വർഗം ഉറപ്പുവരുത്തുവാനും ഞങ്ങൾ തോൽപ്പിച്ചെന്നാവട്ടെ. ഇഖാമത്ത് സ്വലാത്തുള്ള കുടുംബമായി, വ്യക്തികളായി ഞങ്ങളെ മാറ്റിത്തരണമെന്നാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഒരിക്കലാണ് മടിയോ നിസ്കരിക്കുന്നില്ല, പക്ഷെ അയാൾ അതെപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കാരണം അയാളുടെ ഒരു സുരക്ഷിത വലയം പൊട്ടിപ്പോവാണ്. എന്തോ സംഭവിച്ചു പോലെ കുറച്ച് നാൾ നമസ്കരിക്കാതിരുന്നോക്ക് അങ്ങനെ ചെയ്യാനല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അയാളെ അപരിചിതനെ പോലെ മാറി നടക്കുന്നതാണ്. നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് അയാൾ വരുന്നില്ല അല്ലേ. പെട്ടെന്ന് അയാളുടെ ചിന്തയും ആഗ്രഹങ്ങളും ഒക്കെ മാറിപ്പോയി. പെട്ടെന്ന് സംഭവിക്കുമല്ലോ. അപ്പോൾ ഭദ്രമായ ഒരു സുരക്ഷിത വലയത്തിൽ നിന്ന് അയാളത് പൊട്ടിച്ച് തകർത്തിട്ട് പുറത്ത് കടന്ന് പിന്നെ ഇംഗ്ലീഷിൻ്റെ വഴിയിലേക്ക് പോവാണ്. അങ്ങനെ സംഭവിക്കുന്നത് അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമസ്കാരം ദീനിൻ്റെ തൂണാണ്. അതിനെ നിലനിർത്തുന്നവോ അവൻ ദീനിനെ നിലനിർത്തി, അതിനെ തകർത്തുവോ അവൻ ദീനിനെ തകർത്തുന്നതാണ്. ഖുർആനിലെ ഇതിന് സമാനമായിട്ടുള്ള അഖാമ വെച്ചുകൊണ്ടുള്ള വേറൊരു പ്രയോഗമാണ് ഇഖാമത്ത് ദീൻ എന്ന പ്രയോഗം. സൂറത്ത് ശൂറ എന്ന സൂറയിൽ പ്രവാചകന്മാർ ചെയ്ത പ്രവൃത്തിയായിട്ട് പറയുന്നുണ്ട് അഖീമുദ്ദീൻ. ഇതേപോലെ അഖീമുദ്ദീൻ ദീനിനെ നിലനിർത്തുകയും അതിന് ഏറ്റവും അടിസ്ഥാനപരമായ സംഗതിയാണ് നമസ്കാരം. അപ്പോൾ നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അനുസ്മരിക്കുകയാണ്. ഇബ്രാഹിം നബി കുടുംബത്തെ ആ മരുഭൂമിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചില്ലേ. കഅബാലയത്തിൻ്റെ അടുത്ത് ഒരു മരച്ചുവട്ടിൽ താമസിപ്പിച്ചു അല്ലേ. അല്പം കാരക്കയും ഒരു തോൽപാത്രത്തെ കുറിച്ച് വെള്ളവും. എന്നിട്ട് തിരിഞ്ഞു നടന്നു. അപ്പോൾ പിന്നാലെ ഹാജറ ബീവി ഓടിച്ചെന്നു. അല്ല, എങ്ങോട്ടേക്ക് പോക്ക് വിടുന്നില്ല. പിന്നെ നടക്കുകയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അപ്പോൾ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, അല്ലാഹ് കൽപ്പിച്ചിട്ടാണോ? ഞാൻ അതെ, ഒറ്റ വാക്ക് പറഞ്ഞല്ലോ. അധികം പറഞ്ഞാൽ അദ്ദേഹവും കരഞ്ഞു പോകും. കുടുംബത്തേക്ക് വിട്ടേച്ച് പോവല്ലേ കുടുംബനാണ്. എന്നിട്ട് കുറച്ചുകൂടി അപ്പുറത്ത് പോയപ്പോൾ ഹാജറ ബീവി തിരിച്ച് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പിന്നെയും കുറച്ചുകൂടി ദൂരം നടന്നിട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പഠിച്ചോനെ, ഇന്നീ അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. നിന്റെ പരിപാലനമായ ഈ വീടിൻ്റെ അടുക്കൽ എന്നാൽ ഒരു പച്ചപ്പുമില്ലാത്ത, ഒരു മനുഷ്യനില്ലാത്ത ഈ മണ്ണിൽ എൻ്റെ കുടുംബത്തെ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കാൻ പഠിച്ചോനെ. എന്തിനാ? റബ്ബന ലിയുഖീമുസ് സ്വലാത്ത്. അവർ നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. നമുക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞാൽ മരുഭൂമിയിൽ എന്തിനാണ് കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? വല്ല ആവശ്യമില്ല. നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ
അല്ലെങ്കിൽ AC-യുടെ കുളിയിൽ ഒക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചൂടും വെയിലും മഴയൊന്നുമില്ല. മരുഭൂമിയിൽ കുടുംബത്തിൽ താമസിച്ചിട്ട് പറയാണ്, പഠിച്ചോനെ അവര് നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് ഞാനിവിടെ താമസിപ്പിച്ചത്. ഞങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊക്കെ വേണം കുടുംബത്തോട് ഇങ്ങനെ കാണിക്കേണ്ടിയിരുന്നോ? എന്താ പറഞ്ഞതിൻ്റെ ആശയം? ഓ എന്താണ്? അതാണ് നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ യുക്തി. എന്താ യുക്തി? അല്ലെങ്കിൽ പറയാം. അള്ളാഹുവിൽ അർപ്പിക്കാൻ വീട്ടിലായാലും അർപ്പിച്ചൂടെ? ഇതിന് മരുഭൂമിയിൽ ഈ വർക്കമില്ലാത്ത ഈ പൈതലിനെയും ആ ഉമ്മയെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ളതാണ് ചോദ്യം അല്ലേ? സൂറത്ത് ഇബ്രാഹിം 37-ലാണുള്ളത്. നമ്മൾ പരിശോധിച്ച് നോക്കണം. സൂറത്ത് ഇബ്രാഹിം 37. അപ്പൊ അതിന്റെ പിന്നിലെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്വലാന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ നടക്കുന്ന അതിന്റെ ഭാഗമാണ്. 4000 വർഷങ്ങൾക്ക് അപ്പുറമാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാം കടന്നുപോയത്. എന്നിട്ട് ഇപ്പോഴും ലക്ഷോപലക്ഷം ഹാജിമാരും ആ വിളിക്ക് ഉത്തരം നൽകിയിട്ട് അവിടെ ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൊല്ലവും കൂടുതൽ കുറഞ്ഞിട്ടില്ല അല്ലേ? മാത്രമല്ല അന്ന് ആ കുടുംബത്തെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് നമസ്കരിപ്പിച്ചു. അങ്ങനെ അവിടെ ഒരു കുടുംബം ഉണ്ടായി. ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഅബാലയം പുതുക്കിപ്പണിതു. പിന്നീട് അത് ഇസ്ലാമിന്റെ ആസ്ഥാനമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആഗതനായി അല്ലേ? അവിടെ ഫത്ഹ് മക്ക നടന്നു, ഹജ്ജത്തുൽ വിദാ നടന്നു. ലോകത്തുടനീളം ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിച്ചു അല്ലേ? അന്ന് 1.25 ലക്ഷം സഹാബത്തോട് ഒരുമിച്ച് കൂടി. പിന്നെ അവർ ലോകത്തിന്റെ നാനാഭാഗത്തും സഞ്ചരിച്ചിട്ട് ദീനെ പ്രചരിപ്പിച്ചു. അങ്ങനെ ഇപ്പോഴെത്രയാ? 150 കോടി 160 കോടി അല്ലേ? ആ 1.25 ലക്ഷത്തിൽ നിന്ന് 160 കോടിയായിട്ട് ഏതാണ്ട് ലോക ജനസംഖ്യയുടെ 4 വികസിച്ചില്ലേ? ഇതിലെല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഈ ഇഖാമത്തുൽ സ്വലയാണ്. ചെറിയ സംഗതി എന്ന് പറയുന്നത്. നമുക്കിത് 5 നേരം ഇങ്ങനെ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന ഒരു ഏർപ്പാടാണ്. അതിൻ്റെ ആത്മാവിലേക്ക് പലപ്പോഴും നമ്മൾ കടക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ബോറടിക്കുന്നത്. നമ്മളെ മക്കളൊക്കെ ഉണ്ടല്ലോ, കൗമാരക്കാരോടൊക്കെ നിസ്കരിക്കാൻ പറഞ്ഞാൽ ഇപ്പം നോക്കിയാലോ നിസ്കാരം കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ തന്നെ പറ്റില്ല. എന്താ കാരണം? വെറും ശരീരം കൊണ്ടുള്ള ഒരു ഏർപ്പാടായിട്ട് മാറിപ്പോവാണ്. പിന്നെ ആത്മാവ് നമ്മൾ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്, മക്കൾക്ക് പറഞ്ഞുകൊണ്ടാണ്. ആ കുടുംബത്തെ അവിടെ താമസിപ്പിച്ചിട്ട് ആ ഉമ്മയും മകനും അവരുടെ നിസ്കാരത്തിൽ നിന്നാണ് പിന്നീട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന കുടുംബനാഥൻ സ്ഥാപിച്ച ആ സംവിധാനത്തിൽ നിന്നാണ് ലോകത്ത് ദീനുൽ ഇസ്ലാം വ്യാപിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് പഠിച്ചോനെ ഞാൻ എൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇപ്പം മനസ്സിലായി നമസ്കാരം. പക്ഷെ നമ്മൾ നിസ്കരിക്കുക മാത്രം ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല അല്ലേ? ദീനിനെ ഇഖാമത്ത് ചെയ്യാൻ വേണ്ടിയുള്ള പണി നമ്മൾ പലപ്പോഴും ചെയ്യുന്നില്ല. നമസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുമ്പോഴും അത് ദീനിനെ ഇഖാമത്ത് ചെയ്യാനുള്ള അടിസ്ഥാനപരമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നില്ല പലപ്പോഴും. അപ്പോൾ നമസ്കരിച്ച് ഉടനെ നമ്മൾ ഇറങ്ങിപ്പോകും പള്ളിയിൽ. പിന്നെ അടുത്ത് വാങ്ങുമ്പോൾ പിന്നെയും വരും, നിസ്കരിച്ച് പിന്നെ ഇറങ്ങിപ്പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം കിട്ടുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുകയോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ സാമൂഹിക ബോധമോ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ വലിയൊരു സംഭവമാണ്. വിശുദ്ധ ഖുർആൻ നിരന്തരം ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയം കൂടിയാണ് ഇഖാമത്തുൽ സ്വലാ. അതുകൊണ്ടാണ് വിശദീകരിച്ച് പറയേണ്ടി വരുന്നത്. ഇനിയും പറയും വർക്കാവും മലവാക്യയും അല്ലേ? കുറെ അങ്ങോട്ട് പിന്നെയും പറയുന്നുണ്ട്, ഇസ്രായേലിയരോട് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ നമസ്കാരം കൊണ്ട് നിങ്ങൾ സഹായം തേടും, പഠിച്ചവനായിട്ട് എടുക്കും. പ്രയാസങ്ങളിൽ ആശ്വാസം നൽകുന്ന നമസ്കാരമാണ്. നമ്മുടെ പ്രയാസം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള രോഗവും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെയാണ് അല്ലേ? അതൊക്കെ നമ്മൾ നിസ്കാര ശേഷം ഒന്നാം മുമ്പിൽ ഏറ്റു പറയുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉമ്മാമത്താനത് ഏറ്റെടുക്കും തീർച്ചയായും. അതേസമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അല്ലാഹു തആല കൽപ്പിച്ചെന്താ? നമസ്കരിക്കുക. എപ്പോൾ? ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ പല പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലേ? അത്തരം സന്ദർഭങ്ങളിൽ ആ പരീക്ഷണങ്ങളെ മറികടക്കാനുള്ള ആയുധമാണ് നിസ്കാരം. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും.
ദീന് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ആളുകൾ നമ്മെ ചീത്ത പറയുമ്പോൾ സാധ്യത കുറവാണ് അല്ലേ? നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ ആരെങ്കിലും ക്ഷണിച്ചു, അയാൾ നമ്മൾ ചീത്ത പറഞ്ഞു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ നല്ല കാര്യമാണ്. അടുത്ത നമസ്കാരത്തിൽ നമ്മൾ നിസ്കരിക്കാൻ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ടാകും. പഠിച്ചോനെ, നിനക്ക് വേണ്ടിയിട്ട് ഞാനെത്രയാണ് ചീത്ത കേട്ടത്, എത്രയാണ് തല്ലുകൊണ്ടത് എന്ന് പറഞ്ഞ് നിസ്കരിക്കുമ്പോൾ വല്ലാത്ത ആവേശം ഉണ്ടാകും നമസ്കാരത്തിന്. പക്ഷെ നമുക്ക് അത്ര അനുഭവങ്ങളില്ല. കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥകൾ എത്തുന്നില്ല എന്നതാണ്. അല്ലേ? നമസ്കാരം നിലനിർത്തുമ്പോഴാണ് അവർ നമ്മൾ അടുത്തേക്ക് പോയി കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇനിയും കൊണ്ട് നമ്മൾ ഈ പഠനം ഉണ്ടല്ലോ കുറച്ചുകൂടി ബോധപൂർവമാവണം. നമ്മൾ ജീവിതത്തെ മാറ്റി മറിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വിപ്ലവത്തിന് മുന്നിട്ടിറങ്ങിയത് ഈ വെളുപ്പാൻ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി മനസ്സിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു പഠനം നല്ലതാണ്. അപ്പോൾ നല്ലതിനെ യുമീൻ മുലബിൽ ഹൈബിലാണ് തുടങ്ങിയത് അല്ലേ? അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാ, നമസ്കാരം നിലനിർത്തുന്നവരാണ്. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? ഇന്ന് പറയാം, രണ്ടു തമ്മിൽ വല്ല ബന്ധമെന്ന് തോന്നണ്ട. ഒന്ന് അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്, മറ്റൊന്ന് നമസ്കാരം നിലനിർത്തലാണ്. രണ്ടു തമ്മിൽ എന്താ ബന്ധം? വിശ്വാസമുണ്ടെങ്കിലേ നിസ്കാരം നിലനിർത്താൻ പറ്റുള്ളൂ അല്ലേ? പിന്നെ അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുള്ളൂ. പരലോക ബോധം ഉണ്ടെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിലേ നമസ്കാരം നിർവഹിക്കാൻ പറ്റുള്ളൂ. ശരിയാണ്. പിന്നെ അല്ലേ? സൂറത്തുൽ അസ്ർ മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസവും കർമ്മവും പരസ്പര ബന്ധമുള്ളതാണ്, വേർതിരിക്കാൻ കഴിയാത്തതാണ്. ഒരാൾ വിശ്വാസിയാണെങ്കിൽ ഉടനെ അയാളിന് അതിനനുസരിച്ചുള്ള കർമ്മം ഉണ്ടാവണം. ചിലരെന്താ പറയാ, എന്താ നിസ്കരിക്കാത്തത്, ഞാനൊരു തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല, പരമാവധി ആളുകൾക്ക് നന്മ ചെയ്തിട്ട് ചെയ്യുന്നത്. നിസ്കരിച്ചില്ലെങ്കിൽ എന്താ ചോദിക്കുന്ന നിഷ്കളങ്കമായ ചോദ്യമാണ്. അവിടെയാണ് ഒരാൾ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മം അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സുഹൃത്ത് വന്നിട്ട് കലിമ ചൊല്ലിയിരിക്കട്ടെ, കലിമ ചൊല്ലിയിട്ട് മുമ്പിനായി അയാൾ നുഹർ വാങ്ങ് കൊടുക്കാൻ നിസ്കരിച്ചിരിക്കണം. അടുത്ത നുഹർ, ഇന്നത്തെ നുഹർ അയാൾക്ക് ഫർളായി. അതിനാണ് നിസ്കാരം പഠിച്ചിട്ടുണ്ടാ, ഒന്നും പഠിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നിസ്കരിക്കും? ആരാണ് അയാൾക്ക് ചൊല്ലിക്കൊടുത്തത്, അയാൾ കൂടെ നിർത്തിയിട്ട് നിസ്കരിക്കണം. നീ ഒന്നും ചൊല്ലുമെന്ന് വേണ്ട, ഞാൻ ചെയ്യും പോലെ ചെയ്യാൻ മതി അല്ലേ? നീ വിശ്വസിച്ച പഠിച്ചവരാൻ്റെ മുമ്പിലാണ് നീ ഇപ്പോൾ നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ സമർപ്പിക്കുന്നത്. അങ്ങനെ കൂടെ നിർത്തിയിട്ട് എന്താണോ അയാൾക്ക് അറിയാവുന്ന അങ്ങനെയാണ് നിസ്കരിക്കാനുള്ളതാണ്. അതാണ് വിശ്വാസവും കർമ്മവും. അപ്പോൾ വിശ്വാസമില്ലാത്ത കർമ്മം സ്വീകാര്യമല്ല, കർമ്മമില്ലാത്ത വിശ്വാസവും സ്വീകാര്യമല്ല. അപ്പോൾ ആദ്യം തന്നെ പഠിപ്പിക്കാം, ഈമാൻ ഉണ്ടെങ്കിൽ ഉടനെ അയാളിന് കർമ്മം ഉണ്ടാവണം അല്ലേ? അതാണ് ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം എന്ന് പറയുമ്പോൾ ഈമാൻ കാര്യം വിശ്വാസപരമാണ്, നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളലാണെങ്കിൽ ഇസ്ലാം കാര്യം കർമ്മപരമാണ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഉടനെ ചേർത്ത് പറഞ്ഞു, അപ്പോൾ വിട്ടു നിൽക്കാൻ പറ്റുമോ? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈമാൻ ഉണ്ടായാൽ മതി, നിസ്കരിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഠിച്ച പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അസ്ഥാനത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ നിമിത്തമായ രോഗം ഗുരുതരമാകുന്ന ഘട്ടം വരെ അവരുടെ കൈ പിടിച്ചുകൊണ്ടും വണ്ടി കുത്തിയിട്ടും വണ്ടിയിലെത്തിയിരുന്നു അല്ലേ? ഇതിനാണല്ലോ ഒട്ടും വരാൻ പറ്റാത്ത തരത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഇമാമത്തിന്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചത്. നമ്മൾ കാണുന്നത് അന്ധനായ ഒരു സഹാബി ചോദിച്ചല്ലോ, റസൂലേ ഞാൻ വണ്ടിയിൽ വന്നെങ്കിൽ കുഴപ്പമുണ്ടാവും, എനിക്ക് പലപ്പോഴും വഴിയിൽ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്, കൂടെ ആളുണ്ടാവില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ മറ്റു ചോദിച്ചു, ബാഗ് കേൾക്കോ, വീട്ടിൽ കേൾക്കും, അങ്ങനെയാണെങ്കിൽ വണ്ടിയിൽ എത്തണം.
പക്ഷെ ആ ജാഗ്രത നമുക്ക് നഷ്ടപ്പെട്ടുവാണ്. അപ്പോൾ വിശ്വാസവും കർമ്മവും വളരെ പരസ്പരം ബന്ധിതാണ്, ഉണ്ടായി പറ്റുള്ളൂ. അത് ഏത് ദർജയിൽ ഒരാൾ ഉയർന്നാലും അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈമാനികമായിട്ട് എത്ര ഉയർന്നാലും കർമ്മപരമായിട്ടുള്ള സാക്ഷ്യം എപ്പോഴും ഉണ്ടാവണം. അതില്ലെങ്കിൽ പൂർണ്ണമാവില്ല. ഇതാണ് വൈദ്യുതി സ്വലയുടെ പരസ്പര ബന്ധം, വിശ്വാസവും കർമ്മവും. വൈദ്യുതി സ്വല അത് കഴിഞ്ഞു തൽക്കാലം നമ്മൾ നിർത്തണം. അടുത്തതിന് ബാക്കി പിന്നെ എന്താണ് മിമ്മാണ് അല്ലേ? മിമ്മാണ് ഖുർആനിൽ എഴുതിയിരിക്കുന്നത്. എങ്ങനെ മീമ് പിന്നെ അലിഫ് മിമ്മ. പക്ഷെ ഇതെങ്ങനെ ഉണ്ടായത്? മിൻ പ്ലസ് മ ഇതാണ് അതിൻ്റെ അസൽ. മിമ്മ മിൻ പ്ലസ് മ. മിൻ ഇൽ നിന്ന്, മാ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് എന്നാണ്. എന്താണോ അത് എന്നാണ്. അപ്പൊ അതിൽ നിന്ന് അല്ലേ? മിൻ പ്ലസ് മ. മിമ്മ ഇപ്പൊ നൂനില്ല, അപ്പൊ നമ്മൾ വായിക്കുന്ന നൂനില്ല. മിൻ പ്ലസ് മ മിമ്മ. അതിൽ നിന്ന് എന്തിൽ നിന്നാണ് ഇതിനെ പറയും. അപ്പൊ ഇനി നൂന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ, പാരായണ നിയമം അനുസരിച്ച് മിമ്മ വായിക്കൂല. സൗദിയിൽ മിമ്മ എന്ന് പറയാനല്ലേ, അതുകൊണ്ട് നിയമമാക്കി മിമ്മ ചേർത്ത് വായിക്കും. അപ്പൊ അതിൽ നിന്ന് അത്രയും അർത്ഥമുള്ളൂ മിമ്മ. അടുത്തത് മൂന്നക്ഷരങ്ങൾ റാ സ ഖാഫ്. റാ സ ഖാഫ് മൂന്നിൽ ഫത്ഹ കൊടുക്കും. റാ സ ഖ റസഖ റസഖ. വാക്കിന്റെ അർത്ഥം നൽകി എന്നാണ്. നൽകി റസഖ നൽകി. റസഖ നൽകി. നിന്റെ കുമാരി യർസുഖു യർസുഖു നൽകുന്നു. യർസുഖു അപ്പോൾ റസഖ യർസുഖു അങ്ങനെയാണ് പറയാം. ആമന യുഗ്മിനു അഖാമ യുഗ്മിനു റസഖ യർസുഖു അല്ലേ? റസഖ യർസുഖു. ആ വാക്കുകളിങ്ങനെ ഓർമ്മിച്ചോണ്ടിരിക്കാം. കുറച്ച് ഒന്നും പഠിക്കാനുണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് വാക്കുകൾ ഇങ്ങനെ ഓരോരോ പഠിച്ചാൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ സ്പീഡപ്പ് ആവും. റസഖ നൽകി, യർസുഖു നൽകുന്നു അല്ലേ? നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട പല വാക്കും നമുക്കറിയാം. എന്താ അറിയാമോ? റിസ്ക് അല്ലേ? ഇതന്നെയാണ് റിസ്ക്. ഇതേ അക്ഷരം തന്നെയാണ്. എന്താ അർത്ഥം? ഭക്ഷണം എന്ന് പൊതുവെ നമ്മൾ പറയും. കുറച്ചുകൂടി വിശാലമായിട്ട് പറഞ്ഞാൽ വിഭവം അല്ലേ? വിഭവമാണ്, ഭക്ഷണം മാത്രമല്ല, എല്ലാ വിഭവങ്ങളും റിസ്ക്. പിന്നെ ആളുകളുടെ പേരിലെ റാസിഖ് നൽകുന്നവൻ, റിസ്ക് നൽകുന്നവൻ റാസിഖ്. റസാഖ് അല്ലേ? അബ്ദുർ റസാഖ് ഉണ്ടല്ലോ. റാസിഖ് അള്ളാഹിന്റെ പേരാണ്. റാസിഖും റസാഖും അവരൊക്കെ റിസ്ക് നൽകുന്നവൻ കൊണ്ടാണ്. റിസ്ക് നൽകുന്നവൻ, റിസ്ക് വിഭവം എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രാഥമികമായത് ഭക്ഷണമായതുകൊണ്ടാണ് നമ്മൾ പൊതുവെ റിസ്ക് ഭക്ഷണം എന്നൊരു പറയുന്നത്. റസഖ നൽകിയാണ്. ഇനി റസഖയുടെ കൂടെ നാ ചേരണം. റബ്ബന ഞങ്ങൾ റബ്ബന ഞങ്ങളുടെ നാഥ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റസഖയുടെ കൂടെ നാ ചേർന്നു. അപ്പോൾ ചെറിയ മാറ്റം വന്നു. ഖാഫിന് സുക്കൂന് കൊടുത്തു, നൂനിൽ ഫത്ഹ്. റസഖ്ന റസഖ്ന നാം നൽകി. റസഖ നൽകി,
റസഖ്ന നാം നൽകി. ആരാ നാം? അല്ലാഹുവാണ്. അല്ലേ? നാം നൽകി നാം. റസഖ്ന നാം നൽകി. ഇങ്ങനെ ഓരോന്നിങ്ങനെ പരസ്പരം യോജിപ്പിച്ച് മനസ്സിലാക്കിയാൽ നമ്മളിപ്പോൾ ഭാഷാ നിയമങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ആകെ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് കുറേശ്ശെ വാക്കുകൾ പരിചയപ്പെട്ട് കൂട്ടി യോജിപ്പിച്ച് പിന്നെ ക്രമേണ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ റസഖ നൽകി, നാം റസഖ്ന നാം നൽകി. അല്ലാഹു പറയാണ് നാം നൽകി. എന്താ നാം എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയണ്ട. നാം ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? പൂജക ബഹുവചനമല്ല. ബഹുമാനം. അല്ലാഹു സുബ്ഹാനഹു നാം എന്ന് ബഹുമാനിക്കാം. ഇതൊരു രാജകീയമായ ശൈലിയാണ് എന്നാ പറഞ്ഞത്. നമ്മളെ നമ്പൂതിരിമാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിങ്ങനെ പറയാം, നോം എന്നാണ് പറയാം. എന്താണ് അങ്ങനെ പറയുന്നത്? പണ്ട് അവരായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാർ അല്ലേ? ഇവിടുത്തെ ഭരണ വിഭാഗമായിരുന്നല്ലോ, നാട്ടുരാജാക്കന്മാരൊക്കെ അവരായിരുന്നു. അങ്ങനെയാണ് നോം എന്നൊരു ശീലിച്ചു. അതൊരു ശൈലിയാണ് അല്ലേ? ഒരു അധികാരത്തിൻ്റെ ഒരു പിൻബലം അതിനുണ്ട്. അതുപോലെ രാജകീയമായ ഒരു ശൈലിയാണ് ഇതുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ എങ്ങനെ പറയാം? ഞാൻ തീരുമാനിച്ചു എന്ന് പറയാം. അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി നമ്മൾ പറയും അല്ലേ? അങ്ങനെയല്ല, നാം തീരുമാനിച്ചു എന്നായിരിക്കും. ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയായിരിക്കും പ്രധാനമന്ത്രി പറയാം. അല്ലെങ്കിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ രാഷ്ട്രപതി സംസാരിക്കുന്നത് അങ്ങനെയാണ്. നാം അധികാരത്തിൻ്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് മുഴുവൻ ആളുകളെയും മുമ്പിൽ കണ്ടുകൊണ്ട് ശൈലിയാണ്. ഇപ്പോൾ പല രൂപത്തിലും നാം ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതൊരു രാജകീയമായ ശൈലിയാണ്. അല്ലാതെ അള്ളാഹു നാമാണ് എന്നുള്ളതല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ദൈവങ്ങളാണ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അല്ലേ? റസഖ്ന നാം എന്ന് പറഞ്ഞതാണ്. ഇതേ അള്ളാഹു ചിലപ്പോൾ പറയും അന എന്ന് പറയും. അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയും ചിലപ്പോൾ. അതെപ്പോഴാണ് പറയാം? കൂടുതൽ അടുത്ത് നിൽക്കുമ്പോഴാണ് ഞാനും നീയും എന്ന രൂപത്തിൽ അള്ളാഹു സംസാരിക്കുന്നത്.